സി എം ജി ശ്രീകുമാർ, മലയാളത്തിൻ്റെ ഭാവഗായകൻ പി ജയചന്ദ്രനാണ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഓർത്തെടുക്കുന്നു, അനുസ്മരിക്കുന്നു താങ്കൾ? വലിയ ഷോക്കാണ്. കാരണം പെട്ടെന്ന് കേട്ടപ്പോൾ അദ്ദേഹം രോഗബാധിതനായിരുന്നു എങ്കിലും പെട്ടെന്ന് ഞങ്ങളൊക്കെ പാട്ടുകാരല്ലേ, അപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെയൊക്കെ ഗുരുസ്ഥാനത്തുള്ള ജയേട്ടൻ വിട പറഞ്ഞു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് വല്ലാത്തൊരു വിഷമം മനസ്സിന്. കാരണം അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇതെല്ലാം ഓർക്കുന്നു. അദ്ദേഹവുമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും പങ്കുവെച്ച നിമിഷങ്ങളും ഓർക്കുന്നു. മദ്രാസ് വെച്ച് കണ്ടപ്പോൾ ഉള്ള കാര്യങ്ങൾ, ഞങ്ങള് ഇളയരാജ സാറിന് വേണ്ടി 2-3 ചിത്രങ്ങളിൽ യുഗ്മഗാനങ്ങൾ മെയിൽ ഡ്യൂറ്റ്സ് പാടിയിട്ടുണ്ട്. അത് പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന്റെ നർമ്മരസം കലർന്ന പല കാര്യങ്ങളും വർത്തമാനങ്ങളും ഇതെല്ലാം ഇങ്ങനെ ഓർത്തു പോവുകയാണ്. അദ്ദേഹം വിട്ടുപോയെങ്കിലും ഓർമ്മകൾ മരിക്കുന്നില്ലല്ലോ, അതിങ്ങനെ നമ്മുടെ മനസ്സിൽ തന്നെ കാണും. അതെ, ശ്രീ എം ജി ശ്രീകുമാർ, അദ്ദേഹം ഒരു വിസ്മയമായിരുന്നില്ല. 5 പതിറ്റാണ്ടിനിടയിൽ 16,000-ലധികം ഗാനങ്ങൾ, അതും വിവിധ ഭാഷകളിൽ, കന്നഡയായാലും തെലുങ്കായാലും ഹിന്ദിയായാലും തമിഴായാലും ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലും അദ്ദേഹം പാടിയിട്ടുണ്ട്. അതെ, മാത്രമല്ല നമ്മളെപ്പോഴും ആലോചിക്കേണ്ട കാര്യം, ഭാവഗായകൻ എന്ന് അദ്ദേഹത്തിനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് 100% സത്യസന്ധമായിട്ടുള്ളൊരു ഇതല്ലേ. കാരണം അദ്ദേഹത്തിന് തനതായ ഒരു ശൈലിയുണ്ട്, തനതായ ശബ്ദം, അതുപോലെ തന്നെ സ്വഭാവത്തിലും തനതായ സ്വഭാവമാണ്. കാരണം ആരെയും ഒരു ആശ്രയിക്കാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ഒരു എനിക്ക് ഇന്ന പാട്ട് വേണമെന്നോ അങ്ങനൊന്നും ചോദിക്കാത്ത ഒരു പച്ചയായ മനുഷ്യനാണ്. അല്ല, തുറന്ന പുസ്തകം, എല്ലാ അവസരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തുകയായിരുന്നു അല്ലേ? അത്രേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം അവസരങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് പോയ ചരിത്രമേ ഇല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് ഇഷ്ടമല്ല, പാട്ടിഷ്ടമല്ലെങ്കിൽ അദ്ദേഹം ഇഷ്ടമല്ല എന്ന് തന്നെ പറയും. അല്ലാതെ അത് ഒരു എന്താണ് കുഴപ്പമില്ല എന്നൊന്നും പറഞ്ഞു പോകുന്ന ഒരു മനുഷ്യനല്ല അദ്ദേഹം. എന്താ പറയുന്നത്, അദ്ദേഹത്തിന്റെ എല്ലാം ഇൻഡിവിജ്വാലിറ്റി ഉള്ള ഒരു വ്യക്തിത്വമാണ്. പാട്ടിൽ മാത്രമല്ല, സ്വഭാവത്തിലും എല്ലാത്തിലും. അദ്ദേഹം സൗഹൃദങ്ങൾക്ക് അത്രത്തോളം വിലമതിക്കുന്ന ഒരു കലാകാരൻ കൂടിയായിരുന്നു അല്ലേ? പിന്നെ സംശയമില്ലാത്ത കാര്യം. കാരണം അത് നമ്മൾ എവിടെ വെച്ച് കണ്ടാലും, ഇപ്പൊ ഞാൻ ഒരുപാട് അദ്ദേഹത്തിന്റെ കൂടെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ അത്ര ഒരുപാടില്ല, എന്നാലും കുറെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ രാജാ സാറിന് വേണ്ടി സത്യനന്ദിക്കാട് തുടങ്ങിയ ഡയറക്ടേഴ്സിന്റെ പടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. അപ്പൊ എല്ലാം സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യം. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം പി സുശീലാമ്മയുടെ പാട്ടാണ്. അപ്പൊ എപ്പോഴും പറയും, പി സുശീലാമ്മയുടെ ശബ്ദവും പാട്ടും അതൊന്ന് വേറെയാണ്, നീ ഈ പാട്ട് കേൾക്കും എന്ന് പറഞ്ഞിട്ട് പാടിയിട്ട്, അല്ല അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുകയാണെങ്കിലും അദ്ദേഹം പാടുന്ന സുശീലാമ്മയുടെ പാട്ടായിരിക്കും. അതുപോലെ MS സാറിന്റെ പാട്ട്, അതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് അദ്ദേഹം ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ ആരെയും ഉപദ്രവിക്കുകയോ ഒരു കാര്യത്തിന് ഒന്നിനും അറിയാമല്ലോ. ഇന്നുവരെ ഒരു ജനറൽ ഇഷ്യൂസിലൊന്നും ജയേട്ടനൊന്നും വന്നിട്ടില്ല, പ്രതികരിച്ചിട്ട് ഒന്നുമില്ല. നല്ല ഒരു ആത്മാവ്. കുറേ പാട്ടുകൾ നമ്മുടെ മലയാളികൾക്ക് സമ്മാനിച്ചു, ഭക്തിഗാനങ്ങളും അല്ലാതെ ഉള്ള സിനിമാ ഗാനങ്ങളും. അതെല്ലാം ഇപ്പോഴത്തെ കൊച്ചുകുട്ടികൾ ഏറ്റെടുത്ത്, ഞാൻ നടത്തുന്ന ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ കൊച്ചുകുട്ടികൾ, 5 വയസ്സായ കുട്ടികൾ ജയേട്ടന്റെ പാട്ടുകൾ പാടുന്നുണ്ട്. അപ്പൊ അതിലൂടെ ഇനി തലമുറകൾ കൈമാറി ഈ പ്രപഞ്ചം അവസാനിക്കുന്നവരെ അദ്ദേഹത്തിന്റെ ഈ പാട്ടും അദ്ദേഹത്തിന്റെ സ്വഭാവവും ബാക്കിയെല്ലാം തന്നെ ഈ ഭൂമിയിൽ അവസാനിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാണും, ഈ ഭൂമിയിൽ കാണും. അതെ, വളരെ നന്ദി ശ്രീ എം ജി ശ്രീകുമാർ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. ശ്രീ എം ജി ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, അതായത് മലയാളികളുള്ളിടത്തോളം, ഭാഷയുള്ളിടത്തോളം, ആസ്വാദകരുള്ളിടത്തോളം കാലം നിലനിൽക്കും, ജീവിക്കും ആ മനോഹര ഗാനങ്ങളൊക്കെയും.